ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 67 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് 68-ാമത്തെ ശ്ലോകം നോക്കാം. യയിമം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വഭിധാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേവൈഷ്യതി സംശയാ. യാതൊരാൾ പരമം ഗുഹ്യം പരമരഹസ്യമായ ഇമം ഈ ഗീതാശാസ്ത്രത്തെ മദ്ഭക്തേഷു എൻ്റെ ഭക്തന്മാർക്ക് അഭിധാസ്യതി ഉപദേശിച്ചു കൊടുക്കുന്നുവോ സഹ അയാൾ മയി എന്നിൽ പരാം ഭക്തിം കൃത്വ പരമമായ ഭക്തിയെ നേടിയിട്ട് മാം എന്നെ യേഷ്യതി ഏവ പ്രാപിക്കുക തന്നെ ചെയ്യും. അസംശയ സംശയമില്ല. യാതൊരാൾ പരമരഹസ്യമായ ഈ ഗീതാശാസ്ത്രത്തെ എൻ്റെ ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുവോ അയാൾ എന്നിൽ പരമമായ ഭക്തി നേടിയിട്ട് എന്നെ പ്രാപിക്കുക തന്നെ ചെയ്യും. ഇതിൽ സംശയമില്ല. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഈ ശ്ലോകം ഒരർത്ഥത്തിൽ ഗീതയുടെ ഫലശ്രുതിയാണ്. ഏതൊരാളാണോ ഭക്തിപൂർവം ഈ ഗീതാശാസ്ത്രത്തെ പഠിക്കുകയും ഭഗവത് ഭക്തരായുള്ള സജ്ജനങ്ങൾക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത്, അയാൾ പരമമായ ഭക്തിഭാവത്തെ നേടുകയും ഭഗവാനെ തന്നെ പ്രാപിക്കുകയും ചെയ്യും. ഈ കാര്യത്തിൽ സംശയം വേണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത്. പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും മുക്തിയെ നൽകുന്നതാണ് ഗീത എന്ന് ഭഗവാൻ പറയുന്നു. വേദോപനിഷത്തുകളും ഇതിഹാസ പുരാണങ്ങളുമെല്ലാം ഒരു വലിയ പാത്രത്തിലെ പാലാണെങ്കിൽ അതിൽ നിന്നും കടഞ്ഞെടുത്ത വെണ്ണയാണ് ഗീത. അതുകൊണ്ടാണ് അതിനെ പരമഗുഹ്യം എന്ന് പറയുന്നത്. ഒറ്റനോട്ടത്തിൽ പാലിലെ വെണ്ണ ദൃശ്യമല്ല. അതിനെ വേർതിരിച്ചെടുക്കുവാൻ നിരന്തര പരിശ്രമം ആവശ്യമാണ്. അപ്പോൾ പാലിലെ വെണ്ണ പോലെ ഗുഹ്യമായിരിക്കുന്നതാണ് ഈ ഗീതാതത്വം. അതിനെ നിരന്തരമായ പരിശ്രമത്തിലൂടെ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും എൻ്റെ അനുഗ്രഹത്തിന് പാത്രമാകും എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നു. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.